ഹരികുമാറും ഒപ്പം തന്നെ അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. കാര്യം ഒരു പൊടി കൊച്ചിൻ്റെ കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ മലക്കറി എടുക്കാൻ പോണ സമയത്ത് ഇതിലെ കൂടെ ഞങ്ങൾ കടയുണ്ട്, ഞങ്ങൾ ഇതിലെ കൂടെ പോണ സമയത്ത് കരച്ച്. അപ്പം ഞാൻ ഈ പൊടി കൊച്ചിനെയൊക്കെ ഈ വൃശ്ചികമാസത്ത് രാവിലെയൊക്കെ കൊണ്ടുവന്നാൽ കണ്ടിട്ടുണ്ട്. ബാലരാമപുരത്ത് ദേവേന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അപ്ഡേറ്റ്സുകൾ ഇപ്പം നിലവിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ശ്രീധുവിൻ്റെ രണ്ടാമത്തെ മകളുടെ ഒരു കാര്യം നമുക്കറിയാമല്ലോ. ആ കുട്ടിയുടെ സംരക്ഷണം ഇപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് മുന്നേ ഈ CWCയിലെ ചെയർമാൻ ഈ ഒരു വിഷയമായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഒരു ന്യൂസ് ചാനലിൽ. എന്തായാലും അവർ പറയണത് അവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടുനോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ കൊലപാതകം നടന്ന് ആ സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് കരളലിയിക്കുന്നത് തന്നെയായിരുന്നു. അവിടെ തൊട്ടടുത്തിരുന്ന് വാവിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ സഹോദരിയെ നമ്മൾ മറന്നു കാണില്ല. അവൾക്കിപ്പോൾ CWC സംരക്ഷണം ഒരുക്കുമെന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കുഞ്ഞിനെ മാനസിക പിന്തുണ ഉറപ്പാക്കുമെന്നും CWC ചെയർപേഴ്സൺ റിപ്പോർട്ടിനോട് പറഞ്ഞു. 5 വയസ്സുള്ള കുഞ്ഞിപ്പോൾ കുടുംബത്തിൻ്റെ സംരക്ഷണയിൽ തന്നെയാണുള്ളത്. ബാലരാമപുരത്തെ 2 വയസ്സുകാരി പെൺകുട്ടിയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. കുഞ്ഞിന് 5 വയസ്സുള്ള ഒരു സഹോദരി കൂടിയുണ്ട് എന്നും നിലവിൽ ആ കുട്ടി കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണെന്നും മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ പോലും കുട്ടിക്ക് CWCയുടെ സംരക്ഷണം ആവശ്യമാണെന്ന് കണ്ടാൽ തീർച്ചയായും ആയതിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരിക മാനസികമായ എല്ലാ പിന്തുണയോടെയും കുട്ടിയെ CWC സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒരു കാരണവശാലും ശ്രീധുവിൻ്റെ അണ്ടറിൽ ആ കുട്ടി വളർന്നു വരരുത്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ശ്രീധുവിനെ പറ്റിയിട്ട് ഒരു മനുഷ്യരും നല്ലതായിട്ട് പറയുന്നില്ല. മൊത്തം തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ. ഇന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തട്ടിപ്പിന്റെ പേരിൽ തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിൽ ജോലിയാണെന്നും ജോലി ബാക്കിയുള്ളവർക്ക് മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കുവാണ്. അത് മേടിച്ചിട്ട് ഇവർ പുട്ടടിക്കുവാണ്. എന്നിട്ട് ആ പൈസ ചോദിച്ച് ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ അവിടെ നിന്ന് കളഞ്ഞു പോയി, ഇവിടെ കളഞ്ഞു പോയി, എന്നിട്ട് ഒരു ഫേക്കായിട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്ത്. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. എന്തായാലും പോലീസുകാർ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരും. പക്ഷേ ഇതിൽ മെയിനായിട്ട് പോലീസുകാർ ഇനി അന്വേഷിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഈ ജോൽസീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മാസത്തിന് മുൻപേ ഒരു കാമുകനുമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നുവെന്ന്. അതായത് അയാളും ദേവസ്വം ബോർഡിലാണ് അയാൾ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ ചെന്നത്. പക്ഷെ അയാളെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദർ ആണെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളി പറഞ്ഞത്. എന്തായാലും ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. മേ ബി അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു വാർത്തയൊന്ന് കണ്ടുനോക്കാം. പുരത്തെ അരുങ്കൊലയുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്തു എന്നത് കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണമുണ്ട്. മാത്രവുമല്ല, ജോൽസിൻ ശംഖുമുഖം ദേവിദാസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം തുടരുകയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരന് ആണ് വിവാഹം ചെയ്തത് എന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹത്തിലേക്ക് എത്തിയത് എന്നും ശ്രീധു പറഞ്ഞു എന്നുള്ളതാണ് ദേവിദാസന്റെ മൊഴി. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ അറസ്റ്റും കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാര്യം അവനെയും കൂടെ പൊക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ കൂടി ഡീറ്റെയിൽസ് കിട്ടും. എന്തായാലും ഈ കൊലപാതകത്തിനകത്ത് ശ്രീധുവിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെയും പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മൊബൈലിനകത്ത് ചാറ്റും കാര്യങ്ങളും ഒന്നും റിട്രീവ് ചെയ്ത് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അതൊക്കെ എടുക്കാനായിട്ട് ടൈം എടുക്കും. കാര്യം ഫോറൻസിക്കിനൊക്കെ കൊടുത്തിരിക്കുകയാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാര്യം സ്വന്തം സഹോദരനുമായിട്ടൊക്കെ ഒരു വഴിവിട്ട ബന്ധം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് തന്നെ ഈ ഒരു ലേഡിയെ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏകദേശം നമുക്ക് കിട്ടും. കാര്യം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും കുറേ ആൾക്കാർ വന്നൊക്കെ കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല സ്ഥലത്ത്. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സങ്കടമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാരണവശാലും ശ്രീധുവിനെ ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ കൊലപാതകമായിട്ട് പങ്കില്ലെങ്കിൽ പോലും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ആ വീട്ടിൽ. പിന്നെ അത് മാത്രമല്ല, ജോൽസിന്റെ വീട്ടിനെ തൊട്ടപ്പുറത്തുള്ള ഒരു ലേഡി ഇന്നലെ ഒരു മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ജോൽസിൻ 10-25 വർഷമായിട്ട് പുള്ളിക്കാരൻ ജോൽസിൻ തന്നെയാണ്, അതിനകത്ത് കള്ളത്തരമൊന്നുമില്ല. പക്ഷേ ഇയാളുടെ വീട്ടിൽ ഈ അതായത് ശ്രീധുവിനെയും ഈ കൊച്ചുമൊക്കെ വരുന്നതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. മാത്രമല്ല കൊച്ചിൻ്റെയൊക്കെ കരച്ചിൽ ആ വീട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ലേഡി സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ജോൽസ്യൻ തന്നെയാണ്, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ വയ്ക്കാൻ പലയിടത്തും പോണ ആളാണ്. ഇത് ഭാര്യ വീടാണ്. അങ്ങേര് ഇവിടെ വിലയാധാരം എഴുതി അങ്ങേര് സ്വന്തം ഇതായിട്ട് ഇവിടെ ഒരു മനുഷ്യരും ഇല്ല, എല്ലാവരും പറഞ്ഞു വിട്ട് അങ്ങേര് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. 3 പെണ്ണുങ്ങളെ സ്ഥലം കൂടെ അപഹരിച്ചാണ് ഇങ്ങനെ എടുത്തത്. പിയാച്ചിക്ക് ക്യാൻസർ ഒന്നാണ് മരിച്ചത്. രണ്ടാമത് ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ താമസിക്കുന്നത് കൂടെ. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിലൊരു കേസൊക്കെ കൊടുത്തായിരുന്നു.
പിന്നെ പോലീസ് അന്വേഷിച്ചിട്ട് പിന്നെ അവരെ ഇഷ്ടമല്ലേ, അപ്പം അങ്ങനെ അവർ ജീവിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഒരുപാട് പേര് വരാറുണ്ട്. ഈ വൃശ്ചിക മാസത്തിലൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ ഉള്ളവരാരും പോവുകയൊന്നുമില്ല. ഇങ്ങനെ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വേറെ ആളുകളൊക്കെ വന്ന് അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കലും സാമ്പത്തിക ഇടപാടും അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ട് 10 വർഷം അടുപ്പിച്ചായി. ഇവിടെ നിന്ന് വീട് മാറിയിട്ട്. അപ്പോഴ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ക്ലിയറായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. കാര്യം നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. സാറെന്നാണ് വിളിക്കണം. അതായത് ഈ ലേഡിയുടെ ചേട്ടൻ്റെ വൈഫിനെയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നാണ് പറയണത്. മാത്രമല്ല കുറേ നാളായിട്ട് ഇയാൾ ജോത്സ്യൻ്റെ പരിപാടിയൊക്കെ തന്നെയാണെന്ന് പറയുന്നത്. ഞാൻ ഈ പുള്ളിയുടെ പ്രൊഫൈൽ, ഫേസ്ബുക്കിലെ പ്രൊഫൈലും പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ സൈഡിൽ വീഡിയോ വയ്ക്കാം. ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാളുടെ കൂടെ തന്നെയായിരുന്നു, പരികർമ്മിയായിട്ടൊക്കെയുള്ള രീതി ഇയാളുടെ കൂടെ തന്നെയായിരുന്നു. ഇയാൾ അതിനകത്ത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 3-4 വർഷത്തിന് മുന്നേയൊക്കെ ഉള്ള വീഡിയോസാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ഒരു തട്ടിപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇയാളെ ഇന്ന് വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോലീസുകാർ കുറേ കൂടി തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങേർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. കാര്യം ഇയാൾ പറയുന്നത് ഇയാൾ കാശ് മേടിച്ചിട്ടില്ല എന്ന്, പക്ഷേ ശ്രീതു പറയുന്നത് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എന്തായാലും സത്യം എന്താണെന്ന് അറിയത്തില്ല. ഇനി ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇവരെ കണ്ടതും ഈ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ബാലരാമപുരത്തെ കൊലപാതകത്തിൻ്റെ അവർ ഈ പറഞ്ഞ ഹരികുമാറും ഒപ്പം തന്നെ ഈ അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. കാര്യം ഒരു പൊടി കൊച്ചിൻ്റെ കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ മലക്കറി എടുക്കാൻ പോണ സമയത്ത് ഇതിലെ കൂടെ ഞങ്ങൾ കടയുണ്ട്, ഞങ്ങൾ ഇതിലെ കൂടെ പോണ സമയത്ത് കരച്ച്. അപ്പം ഞാൻ ഈ പൊടി കൊച്ചിനെയൊക്കെ ഈ വൃശ്ചികമാസത്ത് രാവിലെയൊക്കെ കൊണ്ടുവരണം കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊടി കൊച്ചിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇത്രയും നാൾ കേട്ടിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഈ വൃശ്ചിക മാസത്ത് പൂജയും കാര്യങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു പെങ്കൊച്ച് ഒക്കം കുറഞ്ഞാൽ വെളുത്തൊരു പെങ്കൊച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൽ കൂടുതൽ വേറെ വലിയ തെളിവൊന്നും വേണ്ട. ഇനി ഇയാൾക്ക് വല്ലായിട്ട് അറിയത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊക്കെ വെറും പച്ച കള്ളമാണ്. ഇയാൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ ഇയാളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പല സത്യങ്ങളും വെളിയിൽ വരും. ഇനി ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു ഒളിയും മറയൊന്നും നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വലിയ എവിഡൻസ് ആണ് ഈ ഒരു ലേഡിയൊക്കെ സംസാരിക്കുന്നത്. കാര്യം തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് വന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇതിൽ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇയാളൊരു സുപ്രഭാതത്തിലാണ് ഈ പറയുന്ന ജോത്സ്യനായത്. കുറേ നാൾക്ക് മുന്നേ ഇയാൾക്ക് മുട്ടക്കച്ചവടമായിരുന്നു. മുട്ടക്കച്ചവടം പ്രദീപ് എന്നൊക്കെയുള്ള മുട്ട പ്രദീപ് എന്നൊക്കെ ആയിരുന്നു ഇയാളെ അറിയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇയാൾ ജ്യോതിഷത്തിനകത്തോട്ട് വന്നതെന്നൊക്കെ എനിക്കറിയത്തില്ല. ഇപ്പം കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ നേരെ മാറുന്നുണ്ട് കേട്ടോ. കാര്യം ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതായിരുന്നു, ചുമട്ട തൊഴിലാളിയായിരുന്നു. പിന്നെയാണ് പുള്ളിക്കാരെ സ്വാമിയായിട്ട് മാറിയതും സമാധിയായിട്ടൊക്കെ ചെന്നിരുന്നതൊക്കെ. എന്തായാലും ഈ ഒരു കേസിനകത്ത് ഈ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റ് നല്ല രീതിയിലുണ്ട്. ഇനി കാശിന്റെ കാര്യങ്ങളും ഇതെല്ലാം ഈ പോലീസുകാരാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.